അപ്പോൾ അമൽ, ശരിക്കും നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപക്ഷെ ക്യാമ്പസിൽ നിന്ന് പഠിക്കുന്ന ഏറ്റവും വലിയ പിടിക്കുന്ന ക്വാണ്ടിറ്റിയുള്ള കഞ്ചാവാണ് ഈ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ 10 കിലോയ്ക്കടുത്ത് കഞ്ചാവ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൂടുതൽ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ടെൻഷൻ. അപ്പോൾ ഈ കഞ്ചാവാണ് ആദ്യം, കഞ്ചാവിൽ നിന്ന് പിന്നെ തുടങ്ങി LSD, MDMA, ഇങ്ങനെ പ്രൊമോഷൻ കിട്ടി പോകുമല്ലോ. അപ്പോൾ ഇതൊക്കെ കടത്തിക്കൊണ്ടുവരുന്ന വലിയൊരു മാഫിയ സംഘം കൊച്ചി കേന്ദ്രമാക്കി ഉണ്ടെന്ന് എത്രയോ കാലമായി ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഋഷിരാജ് സിംഗ് പോലെ കേരളം ഭരിച്ച എക്സൈസ് കമ്മീഷണർമാരൊക്കെ ഇത് വളരെ സർക്കാരിൻ്റെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിട്ടുള്ള കാര്യമാണ്. സർക്കാർ വളരെ എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരുടെയും പിൻബലത്തോടെ ഇതിനെതിരെ ഒരു സന്ധിയില്ലാത്ത യുദ്ധം ചെയ്യേണ്ട സമയമായി. പറയാമൽ. SKN ഇപ്പോൾ കിട്ടിയ പുതിയ വിവരം എന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIRൽ പറയുന്നത് 9.7 കിലോഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത് എന്നാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. പക്ഷേ കൂടുതൽ കണ്ണികൾ ഈ ഒരു കേസിന്റെ ഭാഗമായി ഉണ്ട് എന്ന് പോലീസ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, കുറച്ച് മുൻപ് 24-നോട് KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ നമ്മോട് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ടതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ കലൂർ വെച്ചുണ്ടായ KSUവിന്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ലഹരി വിരുദ്ധ രാത്രി മാർച്ച് ഉണ്ടായിരുന്നു. ആ മാർച്ചിന്റെ ഭാഗമായി തന്നെ ഒരു വഴിയിലൂടെ ഈ മാർച്ച് നടക്കുമ്പോൾ അതിനെ പോയ ഒരു സ്കൂട്ടർ യാത്രക്കാരുടെ ഇടയിൽ നിന്ന് ഈ KSU പ്രവർത്തകർ തന്നെ അല്ലെങ്കിൽ KSU പ്രവർത്തകരും പോലീസും ചേർന്നുകൊണ്ട് കഞ്ചാവുമായി പോയ അവരിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയൊരു വാർത്തയാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾ, KSU ആവട്ടെ, SFI ആവട്ടെ, അല്ലെങ്കിൽ ABVP ആവട്ടെ, MSF ആവട്ടെ, എല്ലാ യുവജന പ്രസ്ഥാനങ്ങൾക്കും ഇപ്പോൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നുണ്ട്. പലപ്പോഴും ക്യാമ്പസുകൾക്കുള്ളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ലഹരിയുടെ ഡ്രഗ് പെഡലിങ്ങിനെതിരായിട്ട് ക്യാമ്പസിനുള്ളിൽ നിന്ന് തന്നെ പ്രതിരോധം ഉയർന്നു വന്നാൽ മാത്രമേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഒരുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ഭാഗമായി SKN മുൻപേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ക്യാമ്പസിൽ പ്രത്യേകമായ ഒരു സ്ക്വാഡ്, വിദ്യാർത്ഥികളുടെ NSS യൂണിറ്റിന്റെയും NCCയുടെയും ഒക്കെ സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സംയോജിതമായിട്ടുള്ള ഇടപെടലോട് കൂടിയ ഒരു സ്ക്വാഡ് ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, പല ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡുകൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടതാണ്, നമ്മുടെ മുൻ IPS ഉദ്യോഗസ്ഥർ അടക്കമുള്ള നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനു മുൻപും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. കൊച്ചിയിൽ വലിയ തോതിലുള്ള ലഹരി കടത്തുണ്ടാകുന്നു, കൊച്ചിയിലേക്ക് ലഹരി പ്രവഹിക്കുന്നു എന്നത് നമുക്കറിയാവുന്നതാണ്. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് കൊച്ചി കടപ്പുറത്ത് അടുത്തായിട്ട് കൊച്ചിയുടെ തീര അതിർത്തിയിൽ ഒരു മദർഷിപ്പ് വന്നത്, ലഹരിയുടെ വൻ കമനീയ ശേഖരവുമായിട്ട് ഒരു മദർഷിപ്പ് വന്നത്, പിന്നീട് അതിൽ നിന്ന് ഡ്രഗ്സുമായിട്ട് ഒരു ബോട്ട് പോയത്, ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. പിന്നീട് ആ ഡ്രഗ്സ് കടലിൽ തന്നെ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായി എന്നും വാർത്തകൾ വന്നിരുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് ഡ്രഗ്സിന്റെ അല്ലെങ്കിൽ വലിയ തോതിലുള്ള കൊക്കൈൻ കണ്ടെടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നമ്മുടെ കൊച്ചിക്ക് ചുറ്റിനും ലഹരിയുടെ ഒരു വളയം തീർത്തിരിക്കുകയാണ് ലഹരി മാഫിയ എന്നത് നിസ്സംശയം പറയാൻ സാധിക്കുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ ഒരു വിവരമാണ്, നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഇത്രയധികം കഞ്ചാവ് കണ്ടെടുത്തു എന്നത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആരോഗ്യ കേരളത്തിൻ്റെയും വിദ്യാഭ്യാസ കേരളത്തിന്റെയും തലക്കേറ്റ ഒരടി തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. SKN. ഞെട്ടിക്കുന്ന കണക്കാണ് കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ നിന്ന് വന്നിരിക്കുന്നത്. ഏതാണ്ട് 7 കിലോയ്ക്ക് അടുത്ത് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വിവരം ലഭിക്കുന്ന കഞ്ചാവ് പിടികൂടി എന്നുള്ളതാണ്. ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഹോസ്റ്റലിൽ കരുതി വെച്ചിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. ഒരുപക്ഷെ ഇതൊരു ഐ ഓപ്പണറാണ്. കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും അത്യാവശ്യം പരിശോധന നടത്തേണ്ട സമയമായി. കുട്ടികളൊക്കെ ഇതിനോട് സഹകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.